പാലക്കാട് ജില്ലയിൽ രാവിലെ തൊട്ട് നല്ല മഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മലയോര മേഖലയിലടക്കം രാത്രിയാത്ര നിരോധനമൊക്കെ ഉണ്ട് എന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പാലക്കാട് ജില്ലയുടെ സമഗ്ര ചിത്രങ്ങൾ നൽകാൻ സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്ന് ചേരുകയാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. അതോടൊപ്പം തന്നെ പാലക്കാട് രാവിലെ പല പ്രദേശങ്ങളിലും മഴയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നു. ഞാൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു അവിടെ മഴയുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് പാലക്കാട് നഗരത്തിലെ ഒരു സ്ഥിതി? എന്താണ് അവിടെ സച്ചിൻ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ മഴയൊന്നുമില്ല. നമ്മുടെ ഓഫീസിന്റെ ആ ഭാഗത്ത് തന്നെയാണ് സച്ചിൻ നിൽക്കുന്നത്. അവിടെ മഴയൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് രാവിലെ മഴയുണ്ടായിരുന്നോ? അതോടൊപ്പം തന്നെ ഏതെങ്കിലും പ്രദേശത്തിൽ നിരോധനമൊക്കെ ഉണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പല അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ചിറ്റൂരും സീതാർകുണ്ടൊക്കെ അപകടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലം കണക്കിലെടുത്ത് നിരോധനവും നിയന്ത്രണവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഒരു പൊതുസ്ഥിതി? എന്താണ്? അഞ്ജന, ഗുഡ് മോർണിംഗ് അഞ്ജന. പാലക്കാട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഇന്നലെ പകല് മഴ കുറവാണെങ്കിലും രാത്രിയിലും അതുപോലെ തന്നെ പുലർച്ചെയും മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ മഴക്കൊരു നേരിയ ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നഗരപ്രദേശങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് എന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. കാരണം മലയോര മേഖലകൾക്ക് പുറമെ പാലക്കാട് നഗരങ്ങളിൽ മുൻ ദിവസങ്ങളിലൊന്നും വലിയ ശക്തമായ മഴ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ ബുധനാഴ്ച 50 മില്ലിമീറ്ററോളം മഴയാണ് പാലക്കാട് നഗരത്തിൽ മാത്രം ലഭിച്ചത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പാലക്കാട് ജില്ലയിലെ മലയോര മേഖലകളിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി, പറമ്പിക്കുളം മേഖലകളിലാണ് വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല പാലക്കാട് ജില്ലയിലെ അണക്കെട്ടുകളെ സംബന്ധിച്ചിടത്തോളം അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത് ശിരുവാണി അണക്കെട്ടിലാണ്. 875.6 മില്ലിമീറ്റർ ആണ് അവിടെ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. അവിടെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുകയാണെങ്കിൽ അണക്കെട്ട് തുറക്കാനുള്ള സാധ്യതകളൊക്കെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ ദാരുണമായ നിരവധി സംഭവങ്ങൾക്കും പാലക്കാട് ജില്ലയിൽ കാലവർഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം വടക്കാഞ്ചേരിയിൽ അമ്മയും മകനും അടക്കം 2 പേരാണ് വീടിടിഞ്ഞു വീണ് മരണപ്പെട്ടത്. ഇന്നലെ പാലക്കാട് വടക്കാഞ്ചേരിയിൽ തന്നെ ഒഴുക്കിൽപ്പെട്ട ആളുടെ മൃതദേഹവും ഇന്നലെ കണ്ടെടുത്തിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തേങ്ങ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ്, പുഴയുടെ തീരത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒഴുക്കിൽപ്പെട്ടത്. 2 ദിവസത്തിന് ശേഷമാണ് രാജേഷ് എന്ന് പറയുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്താനായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടിയാണ് പാലക്കാട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ജില്ലയിലെ 2 മന്ത്രിമാർ MD രാജേഷ് അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ കോൺഫറൻസ് ഹാളിൽ യോഗം വിളിച്ചിരുന്നു. മഴക്കാല മുന്നൊരുക്കങ്ങളുമായി സംബന്ധിച്ചും അതുപോലെ തന്നെ നിലവിലെ കാലവർഷക്കെടുതികളൊക്കെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യോഗം. അതിൽ നിർണായകമായ നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും അതുപോലെ തന്നെ ജലാശയങ്ങൾ മറ്റ് പ്രദേശങ്ങളിലൊക്കെ നിയന്ത്രണം ശക്തമാക്കാനുള്ള ഒരു തീരുമാനം കൂടെ ഇന്നലെ എടുത്തിട്ടുണ്ട് അഞ്ജന. ശരി, എന്തായാലും പാലക്കാട് ജില്ലയിൽ മഴയുള്ള സാഹചര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ മഴയൊന്ന് മാറി നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ വരും മണിക്കൂറിൽ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക.